ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് നറൂട്ടോ സീരീസിലെ സെക്കൻഡ് ഹൊക്കാഗെ ആയിട്ടുള്ള ടോബിറാമ സെഞ്ചുയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ ലീഫ് വില്ലേജ് അത്രയധികം പീസ്ഫുള്ളായി ഇരിക്കാനും പവർഫുൾ ആയിട്ടുള്ള ഷിനോബീസ് ഒക്കെ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ടോബിറാമയാണ്. മാതരയും ഹാഷിരാമയും ചേർന്നാണ് ഈ ഒരു കൊനഹ വില്ലേജ് ക്രിയേറ്റ് ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ഒരു വില്ലേജിനെ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടെത്തിച്ചത് നമ്മുടെ ടോബിറാമയാണ്. പക്ഷെ എന്നിരുന്നാലും ചില ആൾക്കാർക്ക് ടോബിറാമയെ അത്രയൊന്നും ഇഷ്ടമല്ല. ഇതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം ടോബിറാമ ഉച്ചിയ ക്ലാനിലുള്ള ആൾക്കാരെ ഒരു ഈവിൾ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇനി ടോബിറാമയുടെ കുട്ടിക്കാലം നോക്കിക്കഴിഞ്ഞാൽ സെഞ്ചു ക്ലാനിലാണ് നമ്മുടെ ടോബിറാമ ജനിക്കുന്നത്. ഇവർ ജനിക്കുന്ന സമയത്ത് തന്നെയാണ് ഉച്ചിയ വാസസ് സെഞ്ചു എന്ന വാർ നടക്കുന്നത്. കൂടാതെ ടോബിറാമയ്ക്ക് ബ്രദേഴ്സ് ആയിട്ട് 3 പേരാണ് ഉള്ളത്: ഇറ്റാമ, കവാമ, ഹാഷിരാമ. എന്നാൽ ഈ ഒരു വാർ നടക്കുന്ന സമയത്ത് ഉച്ചിയ ആണെങ്കിലും സെഞ്ചു ആണെങ്കിലും ചെറിയ കുട്ടികളെ കൊണ്ട് ഇവർ വാറിൽ യുദ്ധം ചെയ്യിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ടോബിറാമയുടെ ബ്രദറായിട്ടുള്ള കവാമ മരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു കവാമയുടെ മരണമാണെങ്കിൽ ഹാഷിരാമക്ക് താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഹാഷിരാമ തന്റെ ഫാദറിനോട് ദേഷ്യപ്പെട്ട് ചെറിയ കുട്ടികളെ ഇങ്ങനെ വാറിൽ യുദ്ധം ചെയ്യിപ്പിക്കരുതെന്ന് പറഞ്ഞ് തന്റെ ഫാദറുമായിട്ട് വഴക്കിടുന്ന സമയത്ത് ഹാഷിരാമയെ അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മുടെ ടോബിറാമ അത് തടഞ്ഞ് കറക്റ്റ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ഹാഷിരാമ മാതരെ കണ്ടുമുട്ടി ഇവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ഇത് നമ്മുടെ ടോബിറാമയാണെങ്കിൽ കൈയോടെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ടോബിറാമയാണെങ്കിൽ ഹാഷിരാമയുടെ കൂടെയുള്ള മാതര ആരാണെന്ന് കണ്ടുപിടിക്കുകയും മാതര ഉച്ചിയ ക്ലാനിലുള്ള ഒരാളാണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ മാതരയും ഹാഷിരാമയും പരസ്പരം തന്റെ ശത്രുവിന്റെ വംശത്തിലുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കി പരസ്പരം പിരിയുകയും കുറച്ചുനാളിന് ശേഷം നമ്മുടെ ഹാഷിരാമ സെഞ്ചുവിന്റെ ലീഡർ ആവുകയും മാതര ഉച്ചിയയുടെ ലീഡർ ആവുകയും ചെയ്യും. അങ്ങനെ അതിനുശേഷം ഇവർക്കിടയിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ ഹാഷിരാമ വാസസ് മാതര എന്ന ഫൈറ്റിൽ നമ്മുടെ മാതര ഡിഫീറ്റ് ചെയ്ത സമയത്ത് ടോബിറാമ പറയുന്നുണ്ട്, ഇതാണ് ശരിയായ അവസരം, ഇപ്പോൾ തന്നെ മാതരയെ അങ്ങ് തീർത്ത് കളയാമെന്ന് പറഞ്ഞ് ടോബിറാമ കൊല്ലാൻ നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഹാഷിരാമ ഇത് തടയുന്നു. അതിനുശേഷം നമ്മുടെ ഹാഷിരാമ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മാതരയെ കൊന്നു കഴിഞ്ഞാലും ഇവന്റെ സ്ഥാനത്ത് പുതിയൊരാൾ വരും, പിന്നെയും ഈ ഒരു യുദ്ധം കണ്ടിന്യൂ ചെയ്യും. ഈ ഒരു യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ രണ്ടുപേരും സമാധാനത്തിൽ എത്താമെന്ന രീതിയിലാണ് ഹാഷിരാമ എപ്പോഴും ചിന്തിച്ചിരുന്നത്. എന്നാൽ മാതരയാണെങ്കിൽ ഇതിന് തയ്യാറായില്ല. മാതര പറഞ്ഞ ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നീ നിന്റെ ടോബിറാമയെ കൊല്ലണം, അല്ലെങ്കിൽ നീ തന്നെ മരിക്കണം എന്ന രീതിയിലാണ് മാതര ഇവിടെ പറഞ്ഞത്. അതിനുശേഷം ഹാഷിരാമയാണെങ്കിൽ ആ ഒരു കുണായെ എടുത്ത് സ്വന്തമായിട്ട് മരിക്കാൻ നോക്കുന്ന സമയത്ത് മാതര തടയുകയും ഇത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷെ മാതര ഇവിടെ സമ്മതിച്ചു കൊടുത്താലും മാതരയും ടോബിറാമയും ശത്രുക്കൾ എന്ന രീതിയിലാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ ഇവർ വില്ലേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ആരാണ് ഹൊക്കാഗെ ആകേണ്ടത് എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നത്. അങ്ങനെ നമ്മുടെ ഹാഷിരാമ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മാതരയെ തന്നെ ഹൊക്കാഗെ ആക്കാം എന്നാണ്. എന്നാൽ ടോബിറാമ ഇവിടെ കറക്റ്റായി ഇടപെട്ട് പെട്ടെന്നൊരാളെ ഹൊക്കാഗെ ആക്കേണ്ട, നമുക്ക് വോട്ട് ചെയ്ത് ഭൂരിപക്ഷം നോക്കിയിട്ട് അവരെ ഹൊക്കാഗെ ആക്കാം എന്ന് പറഞ്ഞാണ് ഇവിടെ ഹാഷിരാമ ആദ്യമായിട്ട് ഫസ്റ്റ് ഹൊക്കാഗെ ആയിട്ട് മാറുന്നത്. ഇവിടെ നമ്മുടെ ടോബിറാമയ്ക്ക് നല്ലതുപോലെ അറിയാം, ഒരു വോട്ടിംഗ് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ ഹാഷിരാമയാണ് ജയിക്കാൻ പോകുന്നത്. പിന്നീട് നമ്മുടെ മാതര ഇൻ കേസ് ഹൊക്കാഗെ ആയി കഴിഞ്ഞാൽ മാതരയ്ക്ക് സെഞ്ചുവിനോടുള്ള ആ ഒരു ദേഷ്യം ഇപ്പോഴും ഉണ്ട്. അത് ഒരുപക്ഷെ ഫ്യൂച്ചറിൽ സെഞ്ചുവിലുള്ള ആൾക്കാർക്ക് ഒരു ഭീഷണിയായി മാറുമെന്ന് ടോബിറാമയ്ക്ക് നല്ലതുപോലെ അറിയാം. എന്നാൽ ഹാഷിരാമ അങ്ങനെയല്ല, ഏത് ക്ലാനിലുള്ള ആൾക്കാരെ ആണെങ്കിലും അവരെയൊക്കെ ഒരുപോലെയാണ് കണ്ടിരുന്നത്. പിന്നീട് അത് കഴിഞ്ഞാൽ നമ്മുടെ മാതരയ്ക്ക് മനസ്സിലായി, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകില്ല, ഹാഷിരാമയ്ക്ക് ശേഷം എന്തായാലും അടുത്തത് ടോബിറാമയാണ് ഹൊക്കാഗെ ആവുന്നത്, അത് ഉച്ചിഹാസിന് വലിയൊരു ഭീഷണിയാണ്. അങ്ങനെ മാതരയാണെങ്കിൽ ഈ വില്ലേജ് വിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞാണ് നമ്മുടെ ടോബിറാമ വില്ലേജിൽ പല മാറ്റങ്ങളും വരുത്താൻ തുടങ്ങിയത്. നമ്മളിപ്പോൾ നറൂട്ടോ സീരീസിൽ കാണുന്നില്ലേ, ഒരു സെൻസേയും 3 സ്റ്റുഡൻസും. ആ ഒരു സംഭവം ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ ടോബിറാമയാണ്. അതായത് ഇവിടെ ടോബിറാമയുടെ സ്റ്റുഡൻസ് ആയി ഇറുസൻ, ഹാമുറ, കുഹാറു എന്ന് പറഞ്ഞിട്ടുള്ള 3 സ്റ്റുഡൻസിനെ വെച്ചു. പിന്നീട് അത് കഴിഞ്ഞാണ് നിലവിലുണ്ടായ ആ ഒരു ഷാഡോ ക്ലോൺ ജിറ്റ്സുവെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കി ഫ്ലൈയിങ് തണ്ടർ ഗോഡ് എന്ന ടെക്നിക്കും കണ്ടുപിടിച്ചു. അതുകൂടാതെ റീആനിമേഷൻ പോലുള്ള പവർഫുൾ ആയിട്ടുള്ള ജുറ്റ്സും ഒക്കെ നമ്മുടെ ടോബിറാമ കണ്ടുപിടിക്കുകയും ചെയ്തിരുന്നു. അതുകൂടാതെ കൊനഹ വില്ലേജിൽ ചുനിയൻ എക്സാമും അൻബു ബ്ലാക്ക് ഹോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തത് ടോബിറാമയാണ്. ഇവിടെ ചുനിയൻ എക്സാം നടത്താനുള്ള പ്രധാന കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ചെറിയ വയസ്സിൽ തന്നെ എല്ലാവർക്കും ഷിനോബിയാകാൻ കഴിയില്ല. ഇവർ അത്രയധികം കഠിനമായിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് അതിൽ പാസ്സായിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഒരു ഷിനോബിയാക്കി മാറ്റുകയും ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഹാഷിരാമ മരിക്കുന്നത്. ഇവിടെ ഹാഷിരാമ മരിക്കുന്നതിന് മുമ്പ് ടോബിറാമയോട്, നീയാണ് അടുത്ത ഹൊക്കാഗെയായി മാറേണ്ടത്, കൂടാതെ ഉച്ചിയ ക്ലാനിനെ നീ വേണ്ടതുപോലെ നോക്കണം എന്ന രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഹാഷിരാമ ഇങ്ങനെ പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉച്ചിഹാസിനെ ഇവിടെ കുറച്ച് ഈവിൾ ആയിട്ടാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഇപ്പോൾ ഉച്ചിഹാസിന് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സംഭവം നടക്കുന്ന സമയത്താണ് അവർ കൂടുതൽ പവർഫുൾ ആയിട്ട് മാറുന്നത്. അതായത് ആ ഒരു ഷെറിംഗണും മാഗിക്കും ഷെറിംഗണൊക്കെ
ഒക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഈ സമയത്താണ്. അപ്പോൾ ഈ സമയത്ത് ഉച്ചിഹാസ് ആണെങ്കിൽ പതിയെ ആ ഒരു ഡാർക്ക് സൈഡിൽ അല്ലെങ്കിൽ ഈവിൾ സൈഡിലേക്ക് പോകാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അങ്ങനെ അതുകൊണ്ട് നമ്മൾ ടോബിറാമ ഇവരെ എന്ത് ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉച്ചിഹാസിനെ തന്നെ സ്പെഷ്യൽ ആയിട്ട് കൊനഹയിലെ പോലീസ് ഫോഴ്സ് ആയിട്ട് ഉച്ചിഹാസിനെ തെരഞ്ഞെടുത്തു. ഇപ്പോൾ ഈ ഒരു ലീഫ് വില്ലേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടധികം വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. എന്നാൽ ടോബിറാമ ഉച്ചിഹാസിനെ മാത്രം കുറച്ച് സ്പെഷ്യൽ ആയിട്ടാണ് കണ്ടിരുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ടോബിറാമക്ക് വലുത് തന്റെ വില്ലേജ് ആണ്. ഉച്ചിഹ ആയിക്കോട്ടെ മറ്റേത് ക്ലാനിലുള്ള ആൾക്കാരായിക്കോട്ടെ ലീഫ് വില്ലേജിനെതിരെ അവർ തിരിഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ എന്തായാലും ടോബിറാമ ഇവിടെ ആക്ഷൻ എടുക്കും. ടോബിറാമ ഇവിടെ ആദ്യമായിട്ട് റിയാനിമേറ്റഡ് ആയി വരുന്നത് ഒറോച്ചിമാറു വേഴ്സസ് ഹിറുസൻ എന്ന ഫൈറ്റിലാണ്. ഇവിടെ ടോബിറാമ വന്നപ്പോൾ ഹിറുസനോട് പറയുന്നത് ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, നീ തന്നെ ഫൈറ്റ് ചെയ്യണം എന്ന രീതിയിലാണ്. എന്നാൽ ഹിറുസൻ കറക്റ്റ് ആയിട്ട് അവരെ സീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫോർത്ത് ഗ്രേറ്റ് നിഞ്ച വാറിലാണെങ്കിൽ നമ്മുടെ ഒറോച്ചിമാറു 4 ഹൊക്കാഗേസിനെയും തിരിച്ച് റിയാനിമേറ്റഡ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ സാസ്കി ആണെങ്കിൽ ലീഫ് വില്ലേജിനെതിരെ തിരിയുമെന്ന് പറഞ്ഞപ്പോൾ നീ ലീഫ് വില്ലേജിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ തീർത്ത് കളയുമെന്ന രീതിയിൽ പുള്ളിക്കാരൻ ചാക്ര ഇവിടെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. നറൂട്ടോയിലെ ഗൂസ് ബോംസ് മൂവ്മെന്റ്സിൽ ഇതും ഒന്നാണെന്ന് നമുക്ക് പറയാം. അതുകൂടാതെ നമ്മുടെ ടോബിറാമയും നറൂട്ടോയും തമ്മിൽ സംസാരിക്കുന്നതും കൂടാതെ നമ്മുടെ ഹാഗറോമ വരുന്ന സമയത്തും എല്ലാവരും ഷോക്കായി ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ടോബിറാമ സിഗ്മയെ പോലെ അങ്ങനെ നിൽക്കുന്ന ഒരു സീനുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ വേറെ ലെവലാണ്. ഹൊക്കാഗേസിൽ തന്നെ പല ആൾക്കാരുടെയും ഫേവറേറ്റ് ഹൊക്കാഗ എന്ന് പറയുന്നതും ടോബിറാമയാണ്. ടോബിറാമ എത്രയൊക്കെ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ ഒരു നറൂട്ടോ സീരീസിൽ വളരെ കുറച്ച് മാത്രമേ ടോബിറാമയെ പറ്റി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ സെക്കൻഡ് ഹൊക്കാഗയായിട്ടുള്ള ടോബിറാമയെ പറ്റി ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.